തൊഴാൻ വരി നിൽക്കുന്ന ഭക്തർക്ക് ഇനി ഇഷ്ടം പോലെ പാട്ട് കേൾക്കാം. മികച്ച ശബ്ദമേന്മയുള്ള 50 സ്പീക്കറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സ്വകാര്യ കമ്പനിയാണ് ഇത് സ്പോൺസർ ചെയ്തത്. ഗുരുവായൂരപ്പനെ തൊഴാൻ ചിലപ്പോൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും. ഈ സമയത്ത് ഭക്തരുടെ മനസ്സിന് സന്തോഷം പകരാൻ ഇനി മുതൽ പാട്ടുണ്ടാകും. പഴയ സിനിമാ ഗാനങ്ങളും ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളും കേൾക്കാം. ഇതിനായി 50 സ്പീക്കറുകൾ സ്ഥാപിച്ചു. മികച്ച ശബ്ദമേന്മയുള്ള സ്പീക്കറുകൾ സ്വകാര്യ കമ്പനി വഴിപാടായി നൽകിയതാണിവ. ഭഗവാന്റെ താല്പര്യത്തിനനുസരിച്ച് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അതെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ ചെയ്തു കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ട് അതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ക്യൂ നിയന്ത്രിക്കാൻ അത്യാധുനിക ഫേസ് സിസ്റ്റവും നടപ്പിലാക്കുന്നുണ്ട്. ഭക്തരുടെ മുഖം സ്കാൻ ചെയ്ത് സമയബന്ധിതമായ ദർശനം ഉറപ്പാക്കുന്നതാണ് ഈ സംവിധാനം. തിരക്ക് നിയന്ത്രിക്കാൻ സ്ഥിരം ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കാനും തയ്യാറെടുപ്പ് തുടങ്ങി. ഭക്തർക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കുന്നത് എല്ലാം മെക്കനൈസ്ഡ്. ഭക്തരുടെ മുഖം സ്കാൻ ചെയ്ത് സമയബന്ധിതമായ ദർശനം ഉറപ്പാക്കുന്നു. അതെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ ചെയ്തു കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ട് അതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സംവിധാനം പറഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് മാസങ്ങളായി, 1-2 മാസമായി. പക്ഷേ ഇതുവരെ നടപ്പിലായിട്ടില്ല. ഇനി പെട്ടെന്ന് അങ്ങോട്ട് നടപ്പിലാവും എന്ന് പ്രതീക്ഷിക്കാനും വയ്യ. ഇപ്പോഴും ഗുരുവായൂരിൽ ആ പതിവ് ക്യൂ സിസ്റ്റം തന്നെയാണ് തുടരുന്നത്. പിന്നെ ക്യൂ നിൽക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം പാട്ടാണ്. അതും സിനിമാ ഗാനങ്ങൾ. അല്ലെങ്കിൽ തന്നെ ഗുരുവായൂർ ഒരുപാട് ശബ്ദമലിനീകരണങ്ങളുണ്ട്. ഇതൊക്കെ പോരാഞ്ഞിട്ടാണോ വരുന്ന ഭക്തജനങ്ങൾക്ക് പാട്ട് കേട്ട് ആസ്വദിച്ച് സുഖമായിട്ട് കണ്ണനെ തൊഴുവാനുള്ള സൗകര്യമാണ് ഗുരുവായൂർ അമ്പലത്തിൽ ദേവസ്വം ബോർഡിന് സ്പോൺസറായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും ആവശ്യം പാട്ട് കേട്ട് കണ്ണനെ തൊഴുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ, പാട്ട് ആസ്വദിക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരിക്കില്ല അവിടെ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അത്യാവശ്യം കുടിക്കാൻ ഇത്തിരി വെള്ളം, ശുദ്ധവായു, നല്ല ഒരു കൂളിംഗ് ആയിട്ടുള്ളൊരു കണ്ണനെ ഒരു നോക്ക് കാണാൻ വേണ്ടി മണിക്കൂറുകളോളം നമുക്ക് ചിലപ്പോൾ ആ ക്യൂവിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വിചാരിക്കാന്നറിയോ, ക്യൂവിൽ നമ്മളിങ്ങനെ മണിക്കൂറുകളോളം നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അതിനൊരു പരിഹാരമാണ് ആദ്യം വേണ്ടത്. ഇവിടെ ഗുരുവായൂരമ്പലത്തിൽ ഫേസ് ആപ്പ് വഴി ദർശനം സാധ്യമാക്കുന്നു എന്നും പത്രക്കാരും ദേവസ്വം ബോർഡും ഒക്കെ കൊട്ടിഘോഷിച്ചിട്ട് ഒരു 2-3 മാസം മുമ്പേ വാർത്ത കൊടുത്തിരുന്നു. അതൊന്നും ഇപ്പോഴും നടപ്പിലായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും നമുക്ക് ഗുരുവായൂർ ചെന്നാൽ കാണാം, ഭക്തജനങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ്. ഇപ്പോൾ ക്യൂവിൻ്റെ ദൈർഘ്യം കൂടാണ്. ആദ്യം 1 മണിക്കൂർ 1.5 മണിക്കൂറായിരുന്നെങ്കിൽ ഇപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂർ ക്യൂ നിന്ന ശേഷമാണ് നമുക്ക് ചിലപ്പോൾ ഒരു ദർശന ഭാഗ്യം കിട്ടുള്ളൂ. അപ്പോൾ അത്രയും നേരം ക്യൂവിൽ നിൽക്കുന്ന ആ ഭക്തജനങ്ങൾക്കുള്ള ഒരു അസ്വസ്ഥത, കുടിക്കാൻ ഇത്തിരി വെള്ളം, കുപ്പിയിൽ വെള്ളം ചോദിച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാർ നമുക്ക് തരൂല. അവർ തന്നെ ആ ഗ്ലാസ്സിൽ നമുക്ക് കുടിക്കണം. അത് നമുക്ക് എപ്പോഴും കിട്ടുമോ? അതുമില്ല. 1-2 ആഴ്ച ചിലപ്പോൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കാണൂല. വല്ലാത്തൊരവസ്ഥയാണ് ഗുരുവായൂരുള്ളത്. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർക്കിടെ ഇത് പറയേ വേണ്ട. അവർക്കിടെ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് ക്യൂ നിൽക്കാനും തൊഴാനും ഒക്കെ പറ്റുള്ളൂ. ആട്ടും തുപ്പും വേറെയും കേൾക്കേണ്ടി വരും. എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ. മണിക്കൂറുകളോളം ക്യൂ നിന്ന് തൊഴുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ആട്ടും തുപ്പും കേൾക്കേണ്ട അവസ്ഥ വരിക. അപ്പോൾ പാട്ട് കേട്ട് കണ്ണനെ ഒരു നോക്ക് കാണുക എന്നുള്ളതല്ല അവിടെ വരുന്ന സന്ദർശകരുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത്. അവർക്കൊരു ഇരിക്കാനൊരു സംവിധാനം, അല്ലെങ്കിൽ ശീതീകരിച്ച ഒരു ഇടം അവിടെ വിശ്രമിക്കാനായിട്ട്, അല്ലെങ്കിൽ ക്യൂ നിൽക്കുമ്പോൾ ഒട്ടും ആ ഒരു ബുദ്ധിമുട്ട് അറിയാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. ശബ്ദമലിനീകരണം ഇഷ്ടം പോലെ ഉണ്ട് ഗുരുവായൂർ. അവിടെ ചിലപ്പോൾ അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവും. ആ അനൗൺസ്മെൻറ്റ് നമുക്ക് വളരെ ശ്രദ്ധിച്ച് നിന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പം ഞാൻ കളിയാക്കി ഇങ്ങനെ വിചാരിക്കാറുണ്ട്, എന്താണ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്, ഇത് പറയുന്ന ആൾക്ക് മാത്രമാണല്ലോ മനസ്സിലാവുക എന്ന് ഞാൻ കളിയാക്കി ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ. ഈ അനൗൺസ്മെൻറ്റ് നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ശബ്ദമുണ്ട് അവിടെ. അതിന് പുറമെയാണ് ഈ സിനിമാ പാട്ട്. ഭക്തിഗാനമാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ സിനിമാ ഭക്തിഗാനം വെച്ചിട്ട് ജനങ്ങളെ ഇതുപോലെ വെറുപ്പിക്കണോ ദേവസ്വം ബോർഡ് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. വല്ലാത്തൊരു പരിഷ്കാരമായിപ്പോയി, വല്ലാത്ത ജാതി. ഭക്തജനങ്ങൾക്ക് പാട്ടും കേട്ട് ഗുരുവായൂരപ്പനെ തൊഴുക, അതാണല്ലോ ഏറ്റവും വലിയ ആവശ്യം. ഇതിലും വലിയ ആവശ്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തിച്ചു കൊടുക്കാനായിട്ട് ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. പിന്നെ ഗുരുവായൂരമ്പലത്തിൽ കുറച്ചും കൂടി വൃത്തിയുടെ കുറച്ച് കുറവുണ്ട്.
ഓഡിറ്റോറിയം ഒക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അടിക്കലുണ്ടോ തൂക്കലുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് സംശയം വരും. അമ്മാതിരി വൃത്തികേടായിട്ടാണ് ചില സ്ഥലങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ആദ്യം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം ആവാലോ പാട്ടല്ലല്ലോ നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യം. കുടിക്കാൻ ഇത്തിരി വെള്ളം, നിൽക്കുമ്പോൾ നമുക്ക് ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാതിരിക്കാനായിട്ട് കുറച്ച് എന്താ പറയുക ഫാനിൻ്റെ ആവശ്യങ്ങൾ ഒക്കെ ഗുരുവായൂരുണ്ട്. ഇരിക്കാനുള്ള സൗകര്യം ഭക്തജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എത്രത്തോളം ജനങ്ങൾ വരുന്ന സ്ഥലമാണ്. അവിടെ ഇരിക്കാൻ എന്തെങ്കിലും സൗകര്യമുണ്ടോ? ഓഡിറ്റോറിയം പോലും ഇപ്പോൾ അവർ അടച്ചിടുവാണ്. പരിപാടിയുടെ സമയമാകുമ്പോൾ മാത്രമാണ് തുറന്നു കൊടുക്കുന്നത്. ജനങ്ങൾക്ക് ഒന്ന് ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം പോലും ഗുരുവായൂരമ്പലത്തിലില്ല. അത്രത്തോളം ഭക്തജനങ്ങളോട് ഇങ്ങനെ കാണിക്കുന്ന ദേവസ്വം ബോർഡാണ് ജനങ്ങൾക്ക് സുഖമായിട്ട് പാട്ടും കേട്ട് നിന്ന് കണ്ണനെ തൊഴാനായിട്ട് ഇപ്പം സംവിധാനം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. വല്ലാത്ത ജാതി ദേവസ്വം ബോർഡ്. പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ളത്, തിരുപ്പതിയുടെ പോലെ ഒരു സംവിധാനം ഗുരുവായൂർ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അകത്തേക്ക് ആരൊക്കെ പ്രവേശിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതിനു പറ്റിയ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖകളൊക്കെ വെച്ചിട്ട് അകത്തേക്ക് ആളെ കയറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ്. തിരുപ്പതിയിൽ പെട്ടെന്ന് നമുക്ക് ദർശനം സാധ്യമാകാൻ വേണ്ടി അവർ ഒരു ടോക്കൺ അടിച്ചിട്ട് ടൈം വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഗുരുവായൂരമ്പലത്തിൽ അതുപോലത്തെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഈ ഫേസ് ആപ്പ് എന്ന് പറയുന്നതല്ലാതെ അതൊന്നും പെട്ടെന്ന് നടപ്പിലാവുന്ന ഒരു സംഗതിയല്ല. ഇതുപോലെ ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഒരു ടോക്കണും അതിനനുസരിച്ച് നമുക്കൊരു ദർശന സമയവും അടിച്ചു തരുവാണെങ്കിൽ ആ തിരുപ്പതിയിൽ അതേ സിസ്റ്റം ഗുരുവായൂരും വെക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം. അപ്പോൾ പിന്നെ ക്യൂവിൻ്റെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവില്ല. ആരൊക്കെ നമുക്ക് അകത്ത് കയറി ഗുരുവായൂരപ്പനെ കാണുന്നുണ്ട് എന്നൊരു കാര്യത്തിലും കുറേയൊക്കെ വ്യക്തത വരുത്താൻ പറ്റും.